അള്ളാഹു നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തരും. നമ്മൾ എത്ര വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് അള്ളാഹുവിന്റെ നാമങ്ങൾ ഇങ്ങനെ പഠിക്കുമ്പോൾ, അസ്മാഉൽ ഹുസ്ന ഇങ്ങനെ പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ എല്ലാ വേദനകളും മാഞ്ഞു പോവും. നമ്മുടെ എല്ലാവിധ ഭയപ്പാടുകളും ഇല്ലായ്മ ചെയ്യപ്പെടും. നിർഭയത്വം ലഭിക്കപ്പെടും, സമാധാനം ലഭിക്കപ്പെടും. അള്ളാഹുവിന്റെ നാമങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഗഫൂർ, അള്ളാഹു നമ്മുടെ പാപങ്ങളെ മറച്ചു വെക്കുന്നവനാ. എന്നാൽ അഫൂവായ റബ്ബാണെന്നറിയോ, നമ്മുടെ എല്ലാ പാപങ്ങളും മായ്ച്ചു കളയുന്നവനാണ് അവൻ. എല്ലാ പാപങ്ങളും മായ്ച്ചു കളയുന്നവനാണ്. നാളെ പരലോകത്ത് വിചാരണ നേരിടുന്ന ഘട്ടത്തില് എന്റെയും നിങ്ങളുടെയും മുൻപിൽ നമ്മുടെ കർമ്മങ്ങൾ ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെടും അത്രേ. അള്ളാഹു നമ്മളെ അത് ബോധ്യപ്പെടുത്തുകയാണ്. ഇതെല്ലാം നീ ചെയ്തതല്ലേ? ഭയപ്പാടോടെ നമ്മൾ പറയും അത്ര, ഞാനത് ചെയ്തതാണ്, അതിന്റെ ശിക്ഷയെങ്ങാനും എനിക്ക് ലഭിക്കപ്പെടുമോ എന്ന് ഭയപ്പെടുന്ന നിമിഷത്തില് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് നമ്മൾ ചെയ്തു പോയ വലിയ വലിയ പാപങ്ങളെ കുറിച്ച് ഓർമ്മ വരുമെന്നാണ്. ആ സമയത്ത് അത് മുന്നിൽ കാണാതെ വരുമ്പോ നമ്മൾ അല്ലാഹുവോട് ചോദിക്കും, റബ്ബേ, ഇതെല്ലാം ഞാൻ ചെയ്ത നിസ്സാര കാര്യമല്ലേ? സ്വഹീഹായ ഹദീസിലൂടെ റസൂലുള്ളാഹി പഠിപ്പിക്കുന്ന കാര്യമാ. ഇതെല്ലാം ഞാൻ ചെയ്ത നിസ്സാര കാര്യമല്ലേ നാഥ? എവിടെയാണ് എന്റെ ആ വലിയ കർമ്മം, ആ തെറ്റ്, ആ വലിയ പാപം എവിടെയെന്ന് ചോദിക്കുമ്പോ അല്ലാഹു നമ്മളോട് ചിരിക്കുമെന്ന, അവനോട് മാപ്പ് ചോദിച്ച, അവന്റെ മഗ്ഫിറത്തിന് കൊതിച്ച, അവന്റെ സ്വർഗത്തിന് മോഹിച്ച, റബ്ബേ, ദുനിയാവിലെ ജീവിതം നിസ്സാരമാണെന്ന ബോധ്യത്തോടെ അസിയാ ബീവിയെ പോലെ, മറിയം ബീവിയെ പോലെ സ്വർഗം മോഹിച്ച് പൊറുക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചവരുണ്ടല്ലോ. അവർക്ക് വേണ്ടി മലായിക്കത്തുകൾ ദുആ ചെയ്യും. അവരുടെ മക്കൾക്ക് വേണ്ടി മലായിക്കത്തുകൾ ദുആ ചെയ്യും. മാപ്പാക്കലിനെ ഫഅഫു, അതിനാൽ നീ മാപ്പ് നൽകണമേ, അന്നീ, എനിക്ക്. ഇനി അഫുവ് എന്ന പദത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് നോക്കാം. നമ്മുടെ റബ്ബിനോട് പൊറുക്കലിനെ തേടാൻ മഗ്ഫിറത്ത് എന്ന പദവും ഉപയോഗിക്കാറുണ്ട്, ഇല്ലേ? അല്ലാഹു മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, നീ എന്റെ പാപങ്ങൾ പൊറുത്തു തരണമേ. അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ അല്ലാഹുവിനോട് പാപമോചനം തേടുന്നു. എന്താണ് ഈ അഫുവും മഗ്ഫിറത്തും തമ്മിലുള്ള വ്യത്യാസം? അഫുവ്, അതാണ് നമ്മളിപ്പോ മേലെയുള്ള പ്രാർത്ഥനയിൽ നമ്മൾ പറഞ്ഞ വാക്ക് അഫുവ്. രണ്ടാമത്തെ പദം മഗ്ഫിറത്ത്. മഗ്ഫിറത്ത്, അഫുവ് എന്ന് പറയുന്നത് മായ്ച്ചു കളയലാണ്. മഗ്ഫിറത്ത് എന്ന് പറയുന്നത് പുറത്തു തരലാണ്. പണ്ഡിതന്മാർ പറയുന്നത്, നമ്മൾ അള്ളാഹുവിനോട് അഫുവിനെ തേടുമ്പോ നമ്മുടെ പാപം, നമ്മൾ ചെയ്ത ആ തെറ്റ് അവിടെ നമ്മുടെ റെക്കോർഡ് പുസ്തകത്തിൽ നിന്ന് നീക്കിക്കളയുന്നു, മായ്ച്ചു കളയുന്നു എന്നതാണ്. നമ്മൾ അതവിടെ ചെയ്തിട്ടില്ലാത്ത വിധം അതവിടെ നിന്ന് മായ്ക്കപ്പെടുന്നു. മഗ്ഫിറത്ത് എന്ന് പറയുമ്പോ നമ്മുടെ ആ തെറ്റ് അവിടെ റെക്കോർഡ് പുസ്തകത്തിൽ നമ്മൾ കാണും. പക്ഷെ റബ്ബ് എന്താണ്, നമുക്കത് പുറത്തു തന്നിട്ടുണ്ടാവും. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, അഫുവ് എന്ന് പറയുന്നത് ഇതാ, ഇതുപോലെ ഇങ്ങനെ അങ്ങ് നമ്മള് തെറ്റ് ചെയ്തിട്ടില്ലാത്ത വിധം എന്താണ്, മായ്ച്ചു കളയലാണ്. മഗ്ഫിറത്ത് എന്ന് പറയുമ്പോ ഇതുപോലെ നമ്മൾ കാണും, എന്നാൽ റബ്ബ് അത് നമുക്ക് പുറത്തു തന്നിട്ടുണ്ടാകും. ഇതാണ് പണ്ഡിതന്മാരുടെ വിശദീകരണം. തീർച്ചയായും അഫുവിനും മഗ്ഫിറത്തിനും ധാരാളം അവസരങ്ങളുള്ള ഒരു മാസമാണ് റമദാൻ മാസം എന്നുള്ളത്. റബ്ബ് നമ്മുടെ പ്രാർത്ഥനകളും കർമ്മങ്ങളും ഏറ്റവും ഭംഗിയായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.